കലിറുവേഗതൻ നക്ഷത്രമാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ മനുഷ്യ മക്കളുടെ സഹകരണം അവിടുന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ മോശയുടെ സഹകരണവും പുതിയ നിയമത്തിൽ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ ജനിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹകരണവും അവിടുന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ 12-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത അൽബിജെൻസിയനിസം എന്ന പാഷാണ്ഡതയുടെ ഇരുളിത്തട്ടി വീണവരെ തിരുസഭയുടെ പ്രകാശത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ മിസ്റ്റർ ഡൊമിനിക്കിന്റെ സഹകരണവും ദൈവം പ്രത്യേകമായി ആവശ്യപ്പെട്ടിരുന്നു. തികച്ചും കഠിനമായ ജീവിതശൈലി അനുഷ്ഠിച്ചു പോകുന്ന പാഷാണ്ഡികൾ യേശുവിന്റെ മനുഷ്യാവതാരത്തെ തള്ളിപ്പറയുകയും വിശുദ്ധ കൂദാശകളെ നിരാകരിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ഈ പ്രബോധനങ്ങൾ സത്യവിശ്വാസത്തിന് എതിരാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ മിസ്റ്റർ ഡൊമിനിക് വൈദികർക്കായുള്ള ദി ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് എന്ന പേരിൽ പ്രാസംഗികരുടെ സഭ സ്ഥാപിച്ചു. പാഷാണ്ഡികളുടെ മാനസാന്തരത്തിനായും പ്രസംഗിക്കാൻ പോകുന്ന വൈദികരെ പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ധ്യാനാത്മക ജീവിതം മാത്രം നയിക്കുന്ന സ്ത്രീകളുടെ 2ാം സഭ സ്ഥാപിക്കുന്നതിനായി മിസ്റ്റർ ഡൊമിനിക് ഫ്രാൻസിലെ പിറീനിസ് കുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഒരു അഗ്നിഗോളം സ്വർഗത്തിൽ നിന്നിറങ്ങി റൂവിൽ എന്ന സ്ഥലത്ത് നിലയുറപ്പിക്കുന്നതായി മിസ്റ്റർ ഡൊമിനിക് കണ്ടു. ആ ദർശനത്തിന്റെ വെളിച്ചത്തിൽ അവിടെ സ്ത്രീകൾക്കായുള്ള 2ാം സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. ദൈവത്താൽ പ്രചോദിതനായി ധ്യാനാത്മക ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചുള്ള ജീവിതശൈലി സ്വീകരിക്കാൻ ആഗ്രഹിച്ചവരെ ഉൾച്ചേർത്തുകൊണ്ട് മിസ്റ്റർ ഡൊമിനിക് 3ാം സഭ രൂപീകരിച്ചു. ചുരുക്കത്തിൽ വൈദികർക്കായുള്ള 1ാം സഭയും ധ്യാനാത്മക ജീവിതം മാത്രം നയിക്കുന്ന സ്ത്രീകൾക്കായുള്ള 2ാം സഭയും പ്രാർത്ഥനയും പ്രേക്ഷിത പ്രവർത്തനവും ജീവിതശൈലിയായി സ്വീകരിച്ച സിസ്റ്റേഴ്സിനും അൽമായർക്കുമുള്ള 3ാം സഭയും ചേർന്നതാണ് ഡൊമിനിക്കൻ സഭാ കുടുംബം. ദൈവത്തിന്റെ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ ഇന്നും അനേകം മക്കളുടെ സഹകരണം അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ നിറവേറ്റപ്പെടുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുടെ മാനസാന്തരത്തിനായി ഈ 2ാം ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.